നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്നും 2 പൈൽ റീഡിംഗ് ആണ്. ഐ തിങ്ക് റിലേഷൻഷിപ്സ് എപ്പോഴും ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നു. കുറച്ചുകൂടി ഐ തിങ്ക് ഓരോരുത്തർക്കും മാച്ച് ആയിട്ട് കിട്ടും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് റീഡിങ്ങിൽ നമ്മൾ 2 പൈൽ ഓൾറെഡി ഞാൻ പുറത്ത് പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മേലെ സൈഡിൽ കൊടുക്കാം. ഒന്ന് ബട്ടർഫ്ലൈ ആണ് ഫസ്റ്റ് പൈൽ, സെക്കൻഡ് പൈൽ സ്റ്റാർ. ഓക്കെ, ഫസ്റ്റ് പൈൽ ബട്ടർഫ്ലൈ, സെക്കൻഡ് പൈൽ സ്റ്റാർ ആണ്. ഓക്കെ, പിക്ചേഴ്സ് ഞാൻ ഇവിടെ കൊടുക്കാം മേലെ. ഓക്കെ, ആൻഡ് നമുക്ക് ഫസ്റ്റ് പൈലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ബട്ടർഫ്ലൈ ചൂസ് ചെയ്തവർക്ക്, പൂമ്പാറ്റ ചൂസ് ചെയ്തവർക്ക് എന്താ വരുന്നത് നോക്കാം. ഓക്കെ, ഇന്നത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്, അവരുടെ തോട്ട്സ്, അവരുടെ എന്താ അവർക്ക് മെസ്സേജ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതൊന്നും നമുക്ക് നോക്കാം. ഓക്കെ, ജസ്റ്റ് സിമ്പിളായിട്ട്. ഓക്കെ, മൺഡേ ആണ്, വെറുതെ നമ്മൾ വേണ്ടാത്ത ആലോചിച്ച് നല്ലൊരു തുടക്കം നമ്മൾ കളയണ്ട. ഓക്കെ, നല്ലൊരു ദിവസമായിരിക്കട്ടെ എല്ലാവർക്കും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നല്ല റീഡിങ് കിട്ടാൻ പ്രാർത്ഥിക്കാം. ബട്ടർഫ്ലൈ പൈൽ ചൂസ് ചെയ്തവർക്ക് നമുക്ക് പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്, അവരുടെ തോട്ട്സ് എന്താണ് നോക്കാം. ഓക്കെ, സിമ്പിളായിട്ട് എല്ലാവർക്കും അതറിയാൻ ഒരാഗ്രഹമാണ് അല്ലേ. ഓക്കെ, പൈൽ 1കാർക്ക് Ace of Wands, Knight of Cups, Lovers, Nine of Swords, Four of Pentacles. ഓക്കെ, ഞാൻ ഈ ഡെക്ക് ഒന്നുകൂടി എടുക്കാം. നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെയാണ് പറയുന്നത് നോക്കട്ടെ. ടൈം ടു ഗ്രൗണ്ട് യുവർ സെൽഫ്. ഓക്കെ, നിങ്ങൾക്കുള്ള മെസ്സേജ്: ഐ ആം ടു അഫ്രേഡ് ടു ടോക്ക് ടു യു. ഞാൻ എടുത്തിട്ട് പറയാം, എല്ലാം കൂടി വായിക്കാം അല്ലേ. ഓക്കെ, വെയിറ്റ് ഉണ്ട് ഇവിടെ. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ. ഓക്കെ, ആക്ച്വലി ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എനിക്ക് കാണുന്നുണ്ട്. നിങ്ങളുടെ സിറ്റുവേഷനിൽ ഓക്കെ ഒരു വേറെ തേർഡ് പാർട്ടി ഉണ്ട്. ഞാനത് ഇതങ്ങനെ പറയണോ വേണ്ടേ നോക്കിയതാണ്, പക്ഷെ ഇവിടെ വന്ന സ്ഥിതിക്ക് ഓക്കെ. തേർഡ് പാർട്ടി അവർ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആവാം, അല്ലെങ്കിൽ ഇവിടെ ജസ്റ്റ് ഏതെങ്കിലും ഫ്രണ്ട്സോ ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ ഇഷ്യൂ ഉണ്ടാക്കുന്ന കാര്യവുമാവാം. കാരണം ഒരു റോങ് ഫുൾ അഡ്വൈസ് എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണിന് ആരോ എന്തെങ്കിലും നിങ്ങളെക്കുറിച്ച് തെറ്റായിട്ടുള്ളത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന രീതിയിൽ പറയാം. ഓക്കെ, സോ 2 രീതിക്ക് നമുക്ക് എടുക്കാം. ചിലവർക്ക് ഇവിടെ തേർഡ് പാർട്ടി വേറെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ആ പേഴ്സൺ തന്നെ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും തെറ്റായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നും പറയാം. ഓക്കെ, ദേ ആർ വെയിറ്റിംഗ് ഫോർ യു. ഓക്കെ, ഇവിടെ സിനാരിയോയിൽ കാണുന്നത് നിങ്ങളുടെ പൈലിൽ ഏസ് ഓഫ് വാൻസ് ആണ്. സോ നിങ്ങളോട് അവർക്ക് വളരെയധികം അട്രാക്ഷൻ ഉണ്ട്, പാഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്നത്തെ ദിവസം എന്ന രീതിക്ക് നമുക്ക് പറയാം. ഇന്നത്തെ ദിവസം നിങ്ങളിത് കാണുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് വളരെ പാഷനേറ്റ് ആയിട്ട് ആലോചിക്കുന്നുണ്ട്. ഓക്കെ, അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് ഫീലിങ്സുമായിട്ട് മുന്നോട്ട് വരണം എന്ന ആഗ്രഹമുണ്ട്. നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ എങ്ങാനും ഉണ്ടെങ്കിൽ 9 of Swords. ഓക്കെ, 9 of Pentacles ആവാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ സെപ്പറേഷനൊക്കെ ആണെങ്കിൽ അവർക്ക് നിങ്ങളോട് ഫീലിങ്സ് പറയാൻ ആഗ്രഹമുണ്ട്, മുന്നോട്ട് വരണം എന്ന ആഗ്രഹമുണ്ട് എന്ന് പറയാം. ഓക്കെ, പക്ഷെ അവരെ ബ്ലോക്ക് ചെയ്യുന്നത് തേർഡ് പാർട്ടിയാണ്. നിങ്ങളുടെ അടുത്തേക്ക് അവർ വരുന്നില്ലെങ്കിൽ ഇപ്പോൾ അവർ മനസ്സിൽ അവർക്ക് ഫീലിങ്സ് തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, നമ്മൾ അവരുടെ ഫീലിങ്സ് അല്ലേ നോക്കുന്നത്. ഫീലിങ്സിൽ തീർച്ചയായിട്ടും നിങ്ങളോട് ഫീലിംഗ് ഉണ്ട്, പക്ഷേ അവർ മനസ്സിൽ അവർക്കൊരു ടെൻഷനുണ്ട്, മുന്നോട്ട് അവർക്ക് വരാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അവർ ഹോൾഡ് ബാക്ക് ചെയ്യുകയാണ്. 4 of Pentacles വരുമ്പോൾ നമ്മളൊന്ന് ഹോൾഡ് ബാക്ക് ചെയ്യുന്ന കാര്യമാണ്. ഒന്ന് മീൻസ് കൺട്രോൾ വെച്ച് ഒന്ന് മാറി നിൽക്കുന്നതായിട്ട്. ഓക്കെ, ഉള്ളിലുള്ളത് തുറന്ന് പറയുന്നില്ല, എക്സ്പ്രസ് ചെയ്യുന്നില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, ആ രീതിയിലൊക്കെ പറയാം. 4 of Pentacles. 9 of Swords ആണ്. സോ അവർക്ക് ഭയങ്കര സ്ട്രെസ് ഉണ്ട്. അവർക്കത് അത്ര ഈസി ആയിട്ടല്ല അവർ ചെയ്യുന്നത്, മാറി നിൽക്കുന്നുണ്ട്, പക്ഷെ അതിൽ അവർക്കും വിഷമമുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. അതിൻ്റെ റീസൺ ഇവിടെ നമുക്കൊരു തേർഡ് പാർട്ടി കിട്ടിയിട്ടുണ്ട്. തേർഡ് പാർട്ടി കാരണമാണ് അവർ മുന്നോട്ട് വരാത്തത്. വേറെ റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ലൈക്ക് അവരുടെ ലൈഫിൽ നിങ്ങളെക്കുറിച്ച് തെറ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടാവും. ഒരു തേർഡ് പാർട്ടി എന്ന രീതിക്ക് എന്തുമായിട്ട് നിങ്ങളെടുത്തോളൂ. ഇവിടെ ജോലിയല്ല, പക്ഷെ ഒരു പേഴ്സൺ എന്ന രീതിക്കാണ്. കാരണം ആരോ അവരുടെ അടുത്ത് നിങ്ങളെക്കുറിച്ച് തെറ്റായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നുണ്ട്. അത് മാത്രമല്ല, ദർ ഇസ് സമ്മൺ എൽസ് എന്ന് അവർ തന്നെ ഒരു കൺഫെഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. സോ തേർഡ് പാർട്ടി തീർച്ചയായിട്ടും ഇവിടെ ഉണ്ട്. ടൈം ടു ഗ്രൗണ്ട് യുവർ സെൽഫ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ അടുത്ത് അഡ്വൈസ് ആയിട്ട് നിങ്ങൾ എടുക്കാം. നിങ്ങൾ തൽക്കാലം ഓക്കെ ഇവിടെ ചെയ്യേണ്ട കാര്യം സ്റ്റേബിളായിട്ട് നിങ്ങൾ നിൽക്കാം. ഓക്കെ, ഒരുപാട് ഇമോഷണലായിട്ട് പോകണ്ട. കാരണം കാര്യങ്ങളെ നമ്മൾ റിയാലിറ്റി ഇന്നതാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവനവനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ തുടങ്ങാം. നമ്മൾക്ക് മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് മാറ്റാം, ചില കാര്യങ്ങൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ വിട്ടേക്കാം, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ വിട്ടുകൊടുത്തേക്കാം യൂണിവേഴ്സിന്. ഓക്കെ,
ആൻഡ് ഇവിടെ ഐ എം ടു അഫ്രൈഡ് ടു ടോക്ക് ടു യു എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ പേഴ്സൺ ഹോൾഡ് ബാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കത് നിങ്ങളോട് സംസാരിക്കാൻ ടെൻഷനാണ്, അവർക്ക് പേടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് തേർഡ് പാർട്ടി ഉണ്ട് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞു എന്ന രീതിക്കായിരിക്കാം അവർക്ക് നിങ്ങളോട് ഇപ്പോൾ വന്ന് നിങ്ങളെ ഫേസ് ചെയ്യാൻ വയ്യ. ഓക്കെ, നിങ്ങളെ ഫേസ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടാവാം. നിങ്ങൾ എന്ത് പറയും അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നൊക്കെയുള്ള പേടികളായിരിക്കാം. അല്ലെങ്കിലും നിങ്ങളോട് തെറ്റ് ചെയ്തു എന്നുള്ളൊരു ഫീലിംഗ് ആയിരിക്കാം. ഐ എം ടു അഫ്രൈഡ് ടു ടോക്ക് ടു യു എന്നാ പറയുന്നത്. അത് അവരെ തന്നെ ഹേർട്ട് ചെയ്യുന്നുണ്ട് ശരിക്കും. ഓക്കെ, നിങ്ങളോട് തെറ്റ് ചെയ്തു എന്നുള്ള ആ ഒരു ഫീലിംഗ് കൊണ്ടായിരിക്കാം അവർ സംസാരിക്കാൻ അവർക്കിപ്പോൾ പേടി. ഓക്കെ, അവർക്കറിയാം എവിടെയോ അവർ നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം, തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നറിയാം. ഐ ഡ്രീം അബൌട്ട് യു അ ലോട്ട്, ടു മച്ച്. ഓക്കെ, അവർ അത്രയും നിങ്ങളെക്കുറിച്ച് ഡ്രീം ചെയ്യാൻ എപ്പോഴും അവർക്ക് നിങ്ങളുടെ സ്വപ്നത്തിൽ ശരിക്കും വരുന്നുണ്ടാവും, അല്ലെങ്കിൽ അവർ ഡേ ഡ്രീം ചെയ്യുന്നുണ്ടാവും. എന്ന് വെച്ചാൽ പകൽ ദിവാസ്വപ്നങ്ങൾ എന്ന് പറയില്ലേ, അങ്ങനെ എപ്പോഴും നിങ്ങൾ അവരുടെ മനസ്സിലുണ്ട് എന്ന് പറയാം. ഓക്കെ, സ്വപ്നത്തിലായാലും എഴുന്നേറ്റിരിക്കുന്ന സമയത്തായാലും എല്ലാം. ഐ നീഡ് മോർ ടൈം എന്ന് പറയുന്നുണ്ട്. നമ്മുടെ 4 പെൻറ്റിക്കിൾസ് ആയിട്ട് തന്നെ നമുക്ക് എടുക്കാം ഓൾമോസ്റ്റ്. അവർക്ക് കുറച്ചുകൂടി സമയം വേണം, അതുകൊണ്ടാണ് അവർ ഹോൾഡ് ബാക്ക് ചെയ്യുന്നത്. ഓക്കെ, കാര്യങ്ങളെ ചിലപ്പോൾ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം, ചിലപ്പോൾ എങ്ങനെ നിങ്ങളടുത്ത് അപ്രോച്ച് ചെയ്യണം എന്ന് പേടിച്ചിട്ടായിരിക്കാം. കുറച്ചുകൂടി സമയം വേണം വരാൻ സംസാരിക്കാൻ എന്നാണ് പറയുന്നത്. ഹാവ് ഐ ലോസ്റ്റ് എവറിത്തിങ്? അവർക്ക് തോന്നുന്നുണ്ട് എല്ലാം അവർക്ക് നഷ്ടപ്പെട്ടോ എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ട്. ഓക്കെ, നിങ്ങളെ നഷ്ടപ്പെട്ടോ, എല്ലാം നഷ്ടപ്പെട്ടോ എന്നുള്ള തോന്നലുണ്ട്. വെയിറ്റ് എന്ന് പറയുന്നുണ്ട്. ഇത് നിങ്ങൾക്കുള്ള അഡ്വൈസ് ആയിട്ട് എടുത്തോളൂ. ഓക്കെ, പക്ഷേ ഞാനത് നിങ്ങൾക്ക് വിട്ടു തരുള്ളൂ. ഞാൻ നിങ്ങളോട് ചോയ്സ് നിങ്ങളുടെയാണ്. വെയിറ്റ് ചെയ്യണോ എന്ന് നിങ്ങൾ തീരുമാനിച്ചോളാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സണെ ആക്ച്വലി ട്രസ്റ്റ് ചെയ്യാം എന്ന് തന്നെയാണ് എനിക്ക് കാണുന്നത്. അവർക്ക് ഫീലിങ്സ് ഉണ്ട്. തേർഡ് പാർട്ടി വിട്ടുവരുമോ എന്ന് നമ്മളിപ്പോൾ നോക്കുന്നില്ല. ഇപ്പോഴത്തെ സിനാരിയോ, ഇപ്പോഴത്തെ അവരുടെ ഫീലിങ്സ് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഇപ്പോഴത്തെ കറണ്ട് ഫീലിംഗിൽ അവർ തേർഡ് പാർട്ടിയിലാണെങ്കിലും അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് വരണം എന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക്, നിങ്ങളോട് അത്രയും ഫീലിങ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത്. സോ മാപ്പ് കൊടുക്കണോ സ്വീകരിക്കണോ എന്നൊക്കെ ഉള്ളത് ഫ്യൂച്ചർ ഓരോ കാര്യങ്ങളെ വെച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ നിങ്ങൾ ആലോചിച്ച് തീരുമാനം എടുക്കാം. വെയിറ്റ് ചെയ്യണോ വേണ്ടേന്ന് ഐ തിങ്ക് നിങ്ങൾ ആലോചിച്ചോളൂ. ഓക്കെ, എപ്പോഴും ഞാൻ പറയുകയാണെങ്കിൽ എപ്പോഴും അങ്ങനെ വെയിറ്റ് ചെയ്ത് കളയാം. വെയിറ്റ് ചെയ്യാം, പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ കൂടി ഇൻവോൾവ് ആവണം. ഓക്കെ, അങ്ങനെയാണ്. ഞാൻ ആക്ച്വലി കുറച്ച് ലെറ്റേഴ്സ് കൂടി എടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും മാച്ച് ആവുമോ നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. ഫസ്റ്റ് ഫയൽകാർക്ക് ബട്ടർഫ്ലൈ ചൂസ് ചെയ്തവർക്ക് വരുന്ന ലെറ്റേഴ്സ് നമുക്ക് നോക്കാം. ലെറ്റേഴ്സ്, നമ്പേഴ്സ്. ഓക്കെ, 0 and 2 ഉണ്ട് ഇവിടെ നമ്പർ. E, S, Q, X, K, Y, P. ഓക്കെ, ഇതൊക്കെയാണ് നമ്പേഴ്സ്. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യം ഞാൻ ഇവിടെ നോട്ട് ചെയ്തു. നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ ഓക്കെ, അവർക്ക് പാഷനേറ്റ് ആയിട്ടുള്ള ഫീലിങ്സ് ആണ് നിങ്ങളോടെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ബട്ട് എനിവേ, KEY എന്നും എടുക്കാം, കീന്ന് എടുക്കാം. സോ അവർക്ക് ഇതിനൊരു സൊല്യൂഷൻ അവരുണ്ടാക്കും എന്ന് നമുക്ക് പറയാം. ഓക്കെ, ചില ലെറ്റേഴ്സ് നിങ്ങളുടെ പേരിലോ ഇതിലോ ഒക്കെ മാച്ച് ആവാം. നമ്പേഴ്സ് ഇവിടെ 0 2 മാത്രമേ ഉള്ളൂ. അതെ, ഒരുപാട് വേണ്ട. ഓക്കെ, ഇവിടെ 9 ആണ്. ഓക്കെ, 9 ഒരിക്കൽ കൂടെ 2 വന്നിട്ടുണ്ട്. അപ്പം നമ്പർ 2 നിങ്ങൾക്ക് വളരെ എന്താ പറയുക, ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. ഓക്കെ, 3 ഉണ്ട് ഇവിടെ. 2 3 0 9 ഇതൊക്കെ നിങ്ങളുടെ നമ്പേഴ്സ് ആയിരിക്കാം. ഒരുപാട് എടുത്തിട്ട് കൺഫ്യൂഷൻ ആക്കാൻ പാടില്ല അല്ലേ, നമ്മൾ കുറച്ച് ചെറിയ ചെറിയ ഫയൽസിൽ ചെയ്യുന്ന. സോ ഇതൊക്കെ ആയിരിക്കാം നിങ്ങളുടെ ESQXKYP. ഓക്കെ, സോ ഇതൊക്കെ നിങ്ങൾക്ക് ലെറ്റേഴ്സ് മാച്ച് ആവാം, നമ്പേഴ്സ് മാച്ച് ആവാം. നോക്കാം, നിങ്ങൾക്ക് ഇത്ര സമയത്തിൽ അവർ കോൺടാക്ട് ചെയ്യുമെന്ന് പറയാം. 2 ദിവസത്തിൽ 0 എന്ന് പറയുമ്പോൾ ഇപ്പം തന്നെ എന്നും പറയാം. ഓക്കെ, എന്താ പറയുക, റീസ്റ്റാർട്ട് വരും എന്ന് പറയാം 0 എന്ന് പറയുമ്പോൾ അല്ലേ, അങ്ങനെ പറയാം. നിങ്ങൾ തമ്മിലൊരു ന്യൂ ബിഗിനിങ് വരും എന്ന് പറയാം. സോ നമ്പേഴ്സ് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, പൈൽ 2ലേക്ക് പോകാം നമുക്ക്. സ്റ്റാർ ചൂസ് ചെയ്തവർക്ക് ഇവിടെ നിങ്ങളുടെ സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ഫീലിങ്സ് എന്താണ് അവർക്ക് പറയാനുള്ളത് നോക്കാം. അവരുടെ ഫീലിങ്സ് ഇപ്പം നിങ്ങളോട് എന്താണ്. ആൻഡ് ഓക്കെ, പൈൽ 2 സ്റ്റാർ ചൂസ് ചെയ്തവർക്ക്. ഓക്കെ, Ace of Swords, Knight of Pentacles, Queen of Pentacles, 3 of Pentacles, wow,
പേജ് ഓഫ് സോർഡ്സ്, 5 കപ്സ്. ഓക്കെ, വെരി നൈസ്. ആക്ച്വലി ഇവിടെ വളരെ നല്ല കാർഡ്സ് ആണ്. മെസ്സേജസ് കൂടി എടുത്തേക്കാം. You are my everything. Strength, ego, strength എടുക്കാം. My life started when I met you. I am too afraid to talk. Yeah, nah. Okay, one more. You're so beautiful. Why do you need me? Time to ground yourself. Waiting. Okay, sorry. ആദ്യത്തെ പൈല് വന്നായിരുന്നു. ഓക്കെ, ഏസ് ഓഫ് സോർഡ്സ് ഉണ്ട് ഇവിടെ. 10ഉം ഏസും നമ്മൾ രണ്ടും കൂടി നോക്കുമ്പോൾ യു ആർ മൈ എവറിത്തിങ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾ അവരുടെ എല്ലാമാണ് എന്നാണ് പറയുന്നത്. ആൻഡ് ഏസ് ഓഫ് സോർഡ്സ് നമ്മൾ പറയാറുള്ളത് ഒരു പുതിയ തുടക്കത്തിൻ്റെ കാര്യമാണ്. ഓക്കെ, ഒരു സ്റ്റാർട്ടിങ്, ഒരു ആക്ഷൻ എടുത്ത് നിങ്ങൾ തമ്മിലൊരു ക്ലാരിറ്റിയോടെ, കമ്മിറ്റ്മെൻറ്റോടെ ഒരു മുന്നോട്ട് പോകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് എല്ലാം, നിങ്ങൾ അവരുടെ എല്ലാമാണ്. സോ നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ അവർ തയ്യാറായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, എന്തും ആക്ഷൻ എടുക്കാൻ അവർ തയ്യാറായിട്ടാണ് ഇവിടെ കാണുന്നത്. നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് അവർ ഓഫറുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. നിങ്ങൾക്കൊരു ഓഫർ തരാൻ, ഓക്കെ, കമ്മിറ്റ്മെൻറ്റ് തരാൻ അവർ വരുന്നുണ്ട്. നിങ്ങൾ അവരുടെ മനസ്സിലുള്ള ഫീലിങ്സ് അതാണ്. നിങ്ങളടുത്ത് നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യണം, നിങ്ങളെ സ്വന്തമാക്കണം എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, ആൻഡ് അവർക്ക് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും കമ്മിറ്റ്മെൻറ്റ് തന്ന് നിങ്ങളെ കൂടെ വേണം എന്ന രീതിയിലാണ് അവരുടെ മനസ്സിൽ. ക്വീൻ ഓഫ് പെന്റിക്കിൾസ് ആണ്. സോ ഇവിടെ 2 തരത്തിൽ പറയാം. ഒന്ന്, നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരുന്ന കാര്യം ക്വീൻ ആയാലും കിങ് ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുക. അല്ലെങ്കിൽ നിങ്ങളെ അവർ കാണുന്നത് ഒരു വളരെ റെസ്പെക്ട്ഫുൾ പേഴ്സൺ ആയിട്ട്, നിങ്ങൾക്ക് കരിയർ ഉണ്ട്, നിങ്ങൾ വളരെ കരിയറിലൊക്കെ നന്നായിട്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്, നിങ്ങൾ വളരെ എല്ലാവരും നിങ്ങളെ റെസ്പെക്ട് ചെയ്യാറുണ്ട്, നിങ്ങൾ അങ്ങനെയാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, ഇൻഡിപെൻഡൻ്റ് ആണ് നിങ്ങൾ നല്ലോണം. എന്നാൽ ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കരിയർ ഉണ്ട്, നിങ്ങളുടെ ലൈഫിൽ ഒരു ഗ്രോത്ത് ഉണ്ട് നിങ്ങൾക്ക്. അതൊക്കെ കാണുമ്പോൾ അവർക്ക് നിങ്ങളോട് ആ ഒരു റെസ്പെക്റ്റ് അവർ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങളെ അവരെ കൂടെ കൂട്ടണം എന്ന രീതിയിലും നിങ്ങൾ അവരെ ഇങ്ങനെ എന്താ പറയുക ക്ലിങ് ചെയ്ത് നിൽക്കുന്നില്ല, ഐ തിങ്ക്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആണ്. ആവശ്യമില്ലാതെ അല്ല അവർ, പക്ഷെ നിങ്ങൾ അങ്ങനെയാണ് നിങ്ങളുടെ നേച്ചർ വെച്ച് പ്രോബ്ലി. സോ അവർക്ക് അതുകൊണ്ട് തന്നെ നിങ്ങളെ ലൈഫിൽ വേണം എന്നവരും ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ കൂട്ടിക്കഴിഞ്ഞാൽ അവർക്ക് സ്റ്റേബിൾ ലൈഫ് ആയിരിക്കും എന്നവർക്ക് തോന്നുന്നുണ്ട്. 3 ഓഫ് പെന്റിക്കിൾസും ഉണ്ട്. 3 ഓഫ് പെന്റിക്കിൾസും പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ ഇൻവോൾവ് ചെയ്ത്, അതായത് മറ്റുള്ളവരെ കൂടി ആലോചിച്ച് നമ്മൾ ചില കാര്യങ്ങൾ തീരുമാനിച്ച് ചെയ്യുക എന്ന രീതി പറയും. സോ ഇവിടെ 3 ഓഫ് പെന്റിക്കിൾസ് പറയുമ്പോൾ ഇവിടെ ഒരു മാരേജ് ഫംഗ്ഷൻ ആ രീതിക്കൊക്കെ നമുക്ക് എടുക്കാം. ഓക്കെ, ആൻഡ് പേജ് ഓഫ് സോർഡ്സ് അവർ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുമുണ്ട്. ഓക്കെ, സ്റ്റോക്ക് ചെയ്യുന്നുമുണ്ട്. അവർ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കണം എന്നും അവർ തീരുമാനിച്ച് നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് മെസ്സേജ് വരാനുള്ള ഒരു സാധ്യതയാണ് ഇതിനെക്കുറിച്ച്, ഈ കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ച് ഒരു മെസ്സേജ്, ഓക്കെ, ഓഫർ വരാനുള്ള സാധ്യതയാണ്. ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് അവർ എടുക്കുന്നതായിട്ട്. ആൻഡ് ഇത് നിങ്ങളെക്കുറിച്ച് സ്റ്റോക്ക് ചെയ്യുക എന്ന് വെച്ചാൽ ഐ തിങ്ക് അവർ നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവരെ വേണോ അവരുടെ ലൈഫിൽ? കാരണം ഇവിടെ ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു, യു ആർ സോ ബ്യൂട്ടിഫുൾ, വൈ ഡു യു നീഡ് മീ എന്ന്. ഓക്കെ, നിങ്ങൾ അത്രയും ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവർ കൂടി നിങ്ങളുടെ പിന്നാലെ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ അവർക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്നെ ആവശ്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്, വൈ ഡു യു നീഡ് മീ. അതുകൊണ്ടായിരിക്കും അവർ സ്റ്റോക്ക് ചെയ്യുന്നത്. ചിലപ്പോൾ അവർ നോക്കുന്നുണ്ടാവും നിങ്ങളുടെ ലൈഫിൽ വേറെ ആരെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് എന്നൊക്കെ നോക്കുന്നുണ്ട്. ഓക്കെ, സ്ട്രെങ്ത് ഗെയിൻ ചെയ്യുന്നുണ്ട് അവർ. ലേശം ഈഗോ ഉണ്ടെന്ന് പറയാം. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ താഴാനുള്ള ലേശം ഈഗോ ഉണ്ടാവാൻ ചിലവർക്ക്. കാരണം അത്രയും നിങ്ങളെ ആ ഒരു സ്നേഹത്തോടെ വന്ന് പറയുമ്പോൾ അവർ താണുപോവോ എന്നുള്ളൊരു പേടി ഉണ്ടാവാം. കാരണം നിങ്ങളൊരു പൊസിഷനിൽ നിൽക്കുന്നുണ്ട്, അവർ പോരാ എന്നുള്ള തോന്നലായിരിക്കാം. ഓക്കെ, എന്തായാലും ഒരു സ്ട്രെങ്ത് ഗെയിൻ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കാൻ തയ്യാറാവുന്നുണ്ട്. മൈ ലൈഫ് സ്റ്റാർട്ടഡ് വെൻ ഐ മെറ്റ് യു എന്ന് പറയുന്നത്. ഓക്കെ, അവരുടെ ജീവിതത്തിൽ നിങ്ങൾ വന്നപ്പോഴാണ് അവർക്ക് പല കാര്യങ്ങളും അവർ മുന്നോട്ട്, മേ ബി നിങ്ങൾ നല്ലോണം അവർ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാവാം. നിങ്ങളുടെ ഗ്രോത്ത് കണ്ട് അവരും കുറേ ഗ്രോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവാം. ഐ എം ടു അഫ്രൈഡ് ടു ടോക്ക് എന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ അവർക്ക് പേടിയാണ് ദറ്റ് നിങ്ങൾ അവരെ സ്വീകരിക്കുമോ എന്നുള്ളൊരു പേടിയാണ് ഇവിടെ എനിക്ക് കാണുന്നത്. പക്ഷെ അവർക്ക് വേണം, നിങ്ങളെ ലൈഫിൽ വേണം, നിങ്ങളെ പാർട്ട്ണറായിട്ട് തന്നെ വേണം എന്നാണ് എനിക്ക് കാണുന്നത്. കമ്മിറ്റ്മെൻറ്റ് തരാൻ അവർ തയ്യാറാണ്. ആൻഡ് എന്ന് പറയുന്നത് അവരുടെ മനസ്സ് ഇടയ്ക്കിടയ്ക്ക് ഐ തിങ്ക് അങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ആവും. പറയണോ വേണ്ടേ, ഓഫർ തരണോ വേണ്ടേ, നിങ്ങൾ സ്വീകരിക്കുമോ ഇല്ലേ, എന്തൊക്കെയാണ് ഐ തിങ്ക് ആ ഒരു കൺഫ്യൂഷൻ നടക്കുകയാണ് അവരുടെ മൈൻഡിൽ. അവർക്ക് ഇതൊരു പേടി വല്ലാതെ ഉണ്ട്, നിങ്ങൾക്ക് അവരെ നിങ്ങളവരെ സ്വീകരിക്കുമോ എന്നുള്ളൊരു പേടി അവർക്കുണ്ട്. പക്ഷെ ഇവിടെ കമ്മിറ്റ്മെൻ്റ് ആണ് തരാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് വളരെ സ്നേഹമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അവർക്ക് നിങ്ങളെ വേണം എന്തായാലും. യു ആർ മൈ എവറിത്തിങ് ആൻഡ് ഏസ് വന്നിട്ടുണ്ട് 10 and 1. ഓക്കെ, അപ്പോൾ നമ്മൾ ന്യൂ ബിഗിനിങ്, തുടക്കം, നിങ്ങൾ തമ്മിലൊരു ഫാമിലി ആയിട്ട്. ഓക്കെ, അവരുടെ മനസ്സിലെ ഫീലിങ്സ് വളരെ സ്ട്രോങ് ഫീലിങ്സ് ആണ്, നിങ്ങളോട് സ്നേഹം അങ്ങനെ ആ രീതിക്ക് തന്നെയാണ് കാണുന്നത്. കമ്മിറ്റ്മെൻ്റ് ആയിട്ടാണ് ഇവിടെ കാണുന്നത്. സോ ഗുഡ്. ഓക്കെ, നമുക്ക് കുറച്ച് ലെറ്റേഴ്സ് കൂടി എടുത്തേക്കാം. ഇത് ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിരുന്നു. ഓക്കെ,
PMNSXRE. ഓക്കെ, ഇതൊക്കെയാണ് ലെറ്റേഴ്സ് ഇവിടെ. PMNSXRE. ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ ലെറ്റേഴ്സ് ആവാം, നിങ്ങളുടെ പേഴ്സണൽ ലെറ്റേഴ്സ് ആവാം. ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മാച്ച് ആവുന്ന നോക്കാം. നമ്പർ 4 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ. സോ 4 നിങ്ങൾക്ക് വളരെ പ്രോമിനൻ്റ് ആയിട്ട് 4 ഇവിടെ റിപ്പീറ്റ് ഉണ്ട്. സോ നിങ്ങളുടെ ലെറ്റർ, നിങ്ങളുടെ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, അല്ലെങ്കിൽ നിങ്ങൾ മീറ്റ് ചെയ്ത ഡേറ്റ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാച്ച് ഉണ്ടാവാം. 2 ഉണ്ട്, സോറി, 4052. ഓക്കെ, ഇതൊക്കെയാണ് ഇവിടുത്തെ നമ്പേഴ്സ്. ഇന്നത്തെ മേ ബി 2 ദിവസത്തിൽ നിങ്ങൾ തമ്മിലൊരു സംസാരം വരാം, കോണ്ടാക്ട് വരാം. 2 ദിവസം, മാക്സിമം 2 ആഴ്ച. ഓക്കെ, ആൻഡ് 4 പറയുമ്പോൾ സ്റ്റെബിലിറ്റി ആണ്. നമ്മൾ കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യം പറയാം. 5 അഗെയിൻ ചേഞ്ചിൻ്റെ കാര്യമാണ്. ചേഞ്ച് എന്ന് പറയുമ്പോൾ മൂവ്മെൻറ്റ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ചില മാറ്റങ്ങൾ. ഓക്കെ, ഇവിടെ PMNSXRE. ഓക്കെ, ഇതൊക്കെയാണ് ലെറ്റേഴ്സ് ഇവിടെ. നിങ്ങൾക്ക് പറ്റുന്നതൊക്കെ എടുക്കാം. ഓക്കെ, സോ നമ്മുടെ സെക്കൻഡ് പൈൽ വളരെ ഷോർട്ട് ആൻഡ് സ്വീറ്റ് റീഡിംഗ് ആയിരുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.